നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂലൈ മാസം 6-ാം തീയതി, അതായത് 1201 മിഥുനമാസം 22-ാം തീയതി, സോമവാരം, തിങ്കളാഴ്ച. നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:12-നും അസ്തമയം വൈകിട്ട് 6:47-നുമാകുന്നു. നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലങ്ങളിൽ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാകുന്നു. ചന്ദ്രൻ ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദുർബലനായി അവസാനം ചന്ദ്രകിരണങ്ങൾക്ക് ക്ഷയം സംഭവിക്കുമ്പോഴാണ് അമാവാസി ഉണ്ടാകുന്നത്. ചന്ദ്രകിരണങ്ങൾക്ക് ശക്തി വർദ്ധിക്കുമ്പോഴാണ് പൗർണമിയും ഉണ്ടാകുന്നത്. നാളെ തിഥി വലിയ ദോഷമില്ല, തിങ്കളാഴ്ചയാണ്. നാളത്തെ നക്ഷത്രമോ, നാളെ പുരൂരുട്ടാതി നക്ഷത്രമാണ്. പുരൂരുട്ടാതി നക്ഷത്രം മുപ്പൂരത്തിൽ പെടുന്നു. പൂരം, പൂരാടം, പുരൂരുട്ടാതി. ഇതൊരു ശുഭകാര്യത്തിനും വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു. പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരമുള്ള മറ്റ് 4 നക്ഷത്രങ്ങളും കൂടിയുണ്ട്. യമരുദ്രാഹി, മുപ്പൂരം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം. പിന്നീട് 3 പൂരങ്ങൾ, പിന്നീട് ജ്യേഷ്ഠ, തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്രയിൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളാണ്. അതിശക്തമായ നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞതൊക്കെ തന്നെ. ലോകത്തിൽ പ്രഗത്ഭരായ പല പ്രമുഖ വ്യക്തികളെയും നക്ഷത്രങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. നാം ശുഭകാര്യങ്ങൾക്ക് നക്ഷത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നക്ഷത്രം മോശമാകണമെന്നില്ല. ഇതിൽ ആയില്യം നക്ഷത്രമൊക്കെ ശത്രുനാശത്തിന് ഏറ്റവും നല്ലതാണ്. ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്നറിയണം. അപ്രകാരം പൂരം നക്ഷത്രമൊക്കെ തന്നെ. അതിനാൽ ജലവുമായി ബന്ധപ്പെടുന്ന എല്ലാ ശുഭകാര്യത്തിനും പൂരാട നക്ഷത്രം വളരെ ഗുണമാണ്. മഴയുടെ ദേവതയാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. മഴ വരാത്ത രാജ്യങ്ങളിലൊക്കെ തന്നെ പഴയകാലത്ത് ഭാരതത്തിൽ ഇന്ദ്രനെ പ്രത്യേകം പൂജകൾ ചെയ്ത് ഇന്ദ്രനെ തുഷ്ടിപ്പെടുത്തി മഴ വരുത്തിച്ച ഋഷിവര്യന്മാരുടെ നാടാണ് നമ്മുടെ ഭാരതം. നിങ്ങൾ വൈശാല്യമൊക്കെ കണ്ടില്ലേ? ഋഷ്യശൃംഗൻ്റെ കഥയൊക്കെ എത്ര മനോഹരമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ വളരെ നിസ്സാരമായ ചെറിയ ഒരു ഭാഗം മാത്രമാണ് വൈശാലിയുടെ ഭാഗം. പക്ഷെ അത് അതിമനോഹരമായി ആ ചെറിയ ഏടിനെ സമ്പുഷ്ടമാക്കി നമ്മുടെ MD വാസുദേവൻ നായർ സാർ. അതിൽ ആ ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ഇന്ദ്രനീലിമയോളം, അല്ലെങ്കിൽ ദുന്ദുമിനാദം, എത്ര മനോഹരമായി ONVയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം നിങ്ങളൊക്കെ കേട്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ പുരൂരുട്ടാതി നക്ഷത്രം ഞാൻ പറഞ്ഞു ഒരു വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. നാളെ 4 മണി വരെ പുരൂരുട്ടാതി നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രട്ടാതി നക്ഷത്രമായി. നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കാം. വൈകിട്ട് ഉത്രട്ടാതി നക്ഷത്രമാണ്. ശനീശ്വരൻ നെയ്വിളക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം. വെള്ളാട്ടം ചെയ്യാം, കരിങ്കലശം ചെയ്യാം. ഇപ്രകാരം നാളത്തെ ദിനത്തെ ധന്യമാക്കുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശുഭകാര്യത്തിന് നാളെ വൈകിട്ട് 4:01 മുതൽ 4:10 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്തും. നന്ദി, നമസ്തേ.